ഇവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന കുറച്ച് നല്ല മനുഷ്യർ, നല്ല മനസ്സുള്ള ആളുകൾ ഈ ലോകത്തൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയിലെ? ഇത് പറയാൻ കാര്യം നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ ഒരു കാര്യമായിരിക്കാം. UAE അജ്മാനിൽ മാനസിക നില തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു യുവതി ജീവിക്കാനായിട്ട് നാട്ടിൽ നിന്ന് അജ്മാനിലെത്തിയതാണ്. പക്ഷെ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ചില ആളുകൾ ആ ഒരു യുവതിയെ മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിനെ തുടർന്നാണ് ഈ മാനസിക നില തെറ്റിയതെന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ യുവതിയെ സാമൂഹ്യ പ്രവർത്തകർ കണ്ടെത്തുകയും അവിടുത്തെ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലാക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ഷാർജ ഇന്ത്യൻ സ്കൂൾ സ്റ്റാഫായിട്ടുള്ള, അതുപോലെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള കൃഷ്ണാബി നായർ, അതുപോലെ അഡ്വക്കേറ്റും UAE ഗ്ലോബൽ പ്രവാസി അസോസിയേഷനിലെ ചെയർമാനുമായിട്ടുള്ള ഫാരിദ്, ഇവരുടെയൊക്കെ സഹായത്താൽ ആ ഒരു യുവതിയെ ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് അവിടെ വിദഗ്ധ ചികിത്സ നൽകുകയും പിന്നെ തുടർന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു യുവതിയുടെ പാസ്പോർട്ടിൻ്റെ പല പേജുകൾ നഷ്ടപ്പെട്ട നിലയിലാണ്. തോട്ടപ്പള്ളി സ്വദേശിയാണെന്ന് മാത്രം അറിയാം. അവരുടെ ബന്ധുക്കളോ വീട്ടുകാരോ ആരെയും ഒരു പരിചയമില്ല. പക്ഷേ അപ്പോഴും അതിനും ഒരു ദൈവദൂതനെ പോലെ എത്തിയത്, അല്ലെങ്കിൽ ഒരു നല്ല മനസ്സ് കാണിച്ചത് രഞ്ജിത്ത് പിള്ള. അദ്ദേഹം ഹരിപ്പാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ ഹരിപ്പാട് വാർത്തകൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനൊക്കെയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടെത്താനായിട്ട് വലിയൊരു ശ്രമം തന്നെ നടത്തിയെന്നാണ് പറയാൻ. എന്തായാലും ആ ശ്രമം വിജയിച്ചു. അവരുടെ വീട്ടുകാർ ബന്ധുക്കളെ കണ്ടെത്തി. പാസ്പോർട്ടിൻ്റെ കോപ്പി ബന്ധുക്കളുടെ ഉണ്ടായിരുന്നു. മറ്റനുബന്ധ രേഖകളുമൊക്കെ ഹാജരാക്കി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മതപത്രം നൽകി. പിന്നെ എടുത്തു പറയേണ്ടത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും കൂടെ ആയപ്പോൾ ആ യുവതിയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴി തെളിഞ്ഞുമാണ് പറയാൻ. കഴിഞ്ഞ ദിവസം ആ യുവതി നാട്ടിലെത്തി. ഇപ്പോൾ നാട്ടിൽ തന്നെ കോതമംഗലമാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ടൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞു വന്നത് ഈ സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ചാണ്. ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവർക്ക് എത്ര അവരോട് നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഈ ഒരു യുവതിയുടെ തന്നെ അജ്മാനിൽ അലഞ്ഞിരിഞ്ഞ നടന്ന യുവതിയെ വീണ്ടും ആ ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകുമായിരുന്ന ആ ഒരു യുവതിയെ ചേർത്ത് പിടിച്ചു നാട്ടിലെത്തിച്ച ആ ഒരു നല്ല മനസ്സുകൾക്കൊക്കെ എന്താ പറയുക, ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യത്തിൽ എന്താ സംശയം, അല്ലേ?